നമസ്കാരം. ഇന്ത്യ പോലുള്ളൊരു വലിയ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ നല്ല രീതിക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. എസ്പെഷ്യലി ഇപ്പോൾ കഫേ നോംസ് വരാൻ പോവുകയാണ്. അത് മാത്രമല്ല ഭാരത് സ്റ്റേജ് 7ലേക്ക് വാഹനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് പ്രോട്ടോക്കോൾ മാറുന്നു, ഗവൺമെൻറ്റിൻ്റെ നോംസൊക്കെ മാറാൻ പോകുന്നു, ഇലക്ട്രിഫൈ ആകാൻ പോകുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാരുതി സുസുക്കിയുടെ ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച വാഹന നിർമ്മാതാക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്പർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് മാരുതി സുസുക്കി തന്നെയാണ്. മാരുതി സുസുക്കി 3 സിലിണ്ടർ എഞ്ചിനുകൾ കൊണ്ടുവന്നപ്പോൾ തന്നെ പലരും നെറ്റിച്ചൊളിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന 4 സിലിണ്ടർ എഞ്ചിനുകളുടെ ഒരു റിഫൈൻമെൻറ്റും അതുമാത്രമല്ല ഡ്യൂറബിലിറ്റിയൊക്കെ, അല്ലെങ്കിൽ വൈബ്രേഷൻ കുറവ്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും 4 സിലിണ്ടർ എഞ്ചിൻ ഒരു പടി മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ എന്നാൽ പോലും മാരുതി സുസുക്കി ഒരു 3 സിലിണ്ടർ എഞ്ചിനുകൾ കൊണ്ടുവന്നു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റൽ ഇ എന്ന് പറയുന്ന വിവാദമായിട്ടുള്ളൊരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പോലും അത് 1200 cc ആണ്, 3 സിലിണ്ടറാണ്. ഒരു സിലിണ്ടർ ചോപ്പ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഭാരത് സ്റ്റേജ് 7 വരാൻ പോകുന്നു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് കഫേ നോംസ് ആണ്. കഫേ നോംസ് ഇപ്പോൾ തന്നെ ഒരു 2.5 വർഷം പുറകിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം 2.5 വർഷം മുമ്പ് നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴും അത് ഡ്യൂ ആണ്. 2027 അവസാനത്തോടു കൂടി കഫേ നോംസ് എന്തായാലും പ്രാബല്യത്തിൽ വരും. മാരുതിക്ക് ഇലക്ട്രിക് കാറുകളില്ല, നിലവിലില്ല എന്നുള്ളതേ ഉള്ളൂ. അവരുടെ പൈപ്പ് ലൈനിൽ ഈ വിറ്റാര എന്ന് പറയുന്നൊരു വാഹനമുണ്ട്. അത് ഉടനെ തന്നെ പുറത്തിറങ്ങുന്നതായിരിക്കും. EWX എന്ന് പറയുന്ന വാഗണാറിൻ്റെ ഒരു കോൺസെപ്റ്റ് വേർഷൻ. വാഗണാർ എന്ന് ഫുള്ള് പറയാൻ കഴിയില്ല, എന്നാൽ പോലും ആ EWയിൽ ഒരു വാഗണാർ ചായയുണ്ട്. കാരണം EVX എന്ന് പറയുന്ന വാഹനത്തിൽ നിന്നാണ് E ഫോർ ഇലക്ട്രിക്, V ഫോർ വിറ്റാര എന്നുള്ള രീതിക്ക് വന്നത്. അപ്പോൾ EWX എന്ന് പറയുമ്പോഴത്തേക്കും E ഫോർ ഇലക്ട്രിക്, W ഫോർ വാഗണാർ എന്നുള്ള രീതിക്കായിരിക്കും വരാൻ സാധ്യത. പേര് മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ, വാഹനം ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഫ്ലക്സ് ഫ്യൂവൽ. അതിൽ മാരുതി നല്ല രീതിക്ക് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. കാരണം 80% ടു അല്ലെങ്കിൽ 75 to 80% എഥനോൾ കലർന്ന ഫ്യൂവൽ യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതിന് അവർ ആദ്യം തന്നെ ഒന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് വാഗണാർ എന്ന് പറയുന്നൊരു വാഹനത്തെയാണ്. അത് എത്ര കണ്ട് അത്തരം വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും എന്ന് നമ്മളിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും അതിനൊരു സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് CNG കാറുകളാണ്. അപ്പോൾ CNG എന്ന് പറയുന്നത് ടാക്സി സെഗ്മെൻറ്റിനെ ഒരുപാട് മുൻനിർത്തിയാണ് അത്തരം വാഹനങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട്. കാരണം ഗവൺമെൻറ് 2024 രണ്ടാമത്തെ തവണയാണ് CNGക്കുള്ള സബ്സിഡിയിൽ കാര്യമായിട്ടുള്ള കുറവ് വരുത്തിയിട്ടുള്ളത്. അതായത് 2024 രണ്ടാം തവണയാണ് ഈ സബ്സിഡൈസ് ഗ്യാസ് അലോക്കേഷനകത്ത് കാര്യമായിട്ടുള്ള വ്യതിയാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ CNGക്കുള്ള ഒരു സബ്സിഡി എന്ന് പറയുന്നത് വെട്ടിക്കുറച്ചു എന്നുള്ളതാണ്. അപ്പോൾ പല CNG നിർമ്മിക്കുന്ന പല കമ്പനികൾക്കും അത് ശരിക്കും ഒരു അടി തന്നെയാണ്. അതായത് നല്ല രീതിക്ക് അവരെ ബാധിക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഡൽഹിയിലൊക്കെ CNGക്ക് 1 കിലോയ്ക്ക് 80 രൂപ അപ്രോക്സിമേറ്റ്ലി ഉണ്ട്. അതെന്തായാലും 100ലേക്കൊക്കെ മാറും. അപ്പം അവിടെ നിന്ന് മാറി സൗത്ത് ഇന്ത്യയിലേക്കൊക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും 110 ആ ഒരു റേഞ്ചിലേക്കൊക്കെ പെർ kgയിൽ അത്തരമൊരു വിലയിലേക്ക് CNG വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും CNG കാറുകൾ അണ്ടർ പവേർഡാണ്. നോർമൽ പെട്രോൾ ഡീസൽ കാറുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും അണ്ടർ പവറാണ്. നമ്മൾ അതിനകത്തേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ പറയുന്ന 33 കിലോമീറ്റർ ലഭിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുമാത്രമല്ല, ഈ സ്ട്രോങ് ഹൈബ്രിഡ് ആയിട്ടുള്ള വാഹനങ്ങൾ ഒരു സൈഡിലുണ്ടായിരിക്കും. അതുമാത്രമല്ല, ഈ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ മറ്റൊരു ഗ്രൂപ്പ് വാഹനങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ചോയ്സസ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണക്കാരൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന വിലയിൽ നിന്നും കാറുകളുടെ വില കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഹീന്ദ്രയുടെ 2 വാഹനങ്ങൾ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തു. അതായത് BE6E എന്ന് പറയുന്ന വാഹനവും XEV9e എന്ന് പറയുന്ന വാഹനവും നല്ല വാഹനങ്ങളാണ്. പക്ഷേ ഇത് സാധാരണക്കാരൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത വാഹനങ്ങളാണ്. 18,90,000 രൂപയും 21,90,000 രൂപയാണ് ഈ വാഹനങ്ങളുടെ ഒഫീഷ്യലായിട്ടുള്ള എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അത് സാധാരണക്കാരനായിട്ടുള്ള ഒരാളുടെ കയ്യിൽ ഒതുങ്ങാത്തതാണ്. ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 8 ലക്ഷം രൂപയ്ക്കും 9 ലക്ഷത്തിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കത്തക്ക രീതിയിലുള്ളൊരു വാഹനം, ഇലക്ട്രിക് വാഹനമായിക്കോട്ടെ അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിക്കോട്ടെ, അത് അത്യാവശ്യം റേഞ്ചിൽ വരുമ്പോഴത്തേക്കാണ് നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉള്ളൂ. കാരണം അതൊക്കെയാണ് യഥാർത്ഥത്തിൽ സാധാരണക്കാർക്ക് യൂസ് ആകുന്ന വാഹനങ്ങൾ. അതാണ് കൂടുതൽ ജനകീയമാകുന്നത്. കൂടുതൽ ആളുകളുടെ കയ്യിലേക്ക് എത്തുന്ന വാഹനങ്ങളാണ്, അങ്ങനത്തുള്ള വാഹനങ്ങൾക്കാണ് കൂടുതൽ അക്സെപ്റ്റൻസ് ലഭിക്കാൻ പോകുന്നത്.
അപ്പോൾ ഇനി അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും നിലവിൽ ഇറങ്ങാൻ പോകുന്ന ഹാരിയറിൻ്റെ 4x4 ഓൾ വീൽ ഡ്രൈവ് ആയിട്ടുള്ള ഇലക്ട്രിക് വേർഷൻ, അത് കഴിഞ്ഞിട്ട് സഫാരി ഇലക്ട്രിക് വേർഷൻ അത് വരുന്നതായിരിക്കും. സിയറയുടെ ലോഞ്ച് കുറച്ചും കൂടെ മുന്നോട്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം വലിയ വാഹനങ്ങളാണ്, വലിയ വിലപിടിപ്പുള്ള വാഹനങ്ങളാണ്. പിന്നെ നമുക്ക് പ്രതീക്ഷയുള്ളത് എന്ന് പറയുന്നത് ആൾട്രോസിൻ്റെ EV ആണ്. ആൾട്രോസ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ജനറേഷൻ തന്നെ മാറി പുതിയൊരു മുഖഭാവത്തോടു കൂടിയായിരിക്കും അത് വരുന്നത്. ഇപ്പോഴുള്ള ഒരു ആൾട്രോസ് ആയിരിക്കില്ല ഇനി വരാൻ പോകുന്നത്. എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ എല്ലാം വില എന്ന് പറയുന്നത് ഒരു 15 ലക്ഷത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിൻസർ EV വന്നിട്ടുണ്ട്, എങ്ങനെ നോക്കിയാലും 17 ലക്ഷത്തിനാക്കാണ് അതിൻ്റെ ഒരു വില എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇനി MGയിൽ നിന്നും വരുന്ന E+ എന്ന് പറയുന്നൊരു വാഹനമുണ്ട്, അതിനും ഈ ഒരു 14-15 ലക്ഷം രൂപ എന്തായാലും തീർച്ചയായിട്ടും വരും. ഇനി പ്രതീക്ഷയുള്ളത് BYDയുടെ ഒരു സ്മോൾ കാസ് ഒക്കെ വന്നാലായി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും EWX എന്ന് പറയുന്നൊരു കാറാണ് ഇലക്ട്രിക്കൽ നോക്കുമ്പോഴത്തേക്കും സാധാരണക്കാരന് കണ്ണ് വെക്കാവുന്നൊരു കാർ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് കാറാണ് അതൊന്ന് പരിഗണിക്കാം എന്നുള്ള രീതിക്ക് നമുക്കൊന്ന് നോക്കി വയ്ക്കാവുന്നൊരു വാഹനം EWX എന്ന് പറയുന്ന സുസുക്കിയുടെ ഇലക്ട്രിക് കാർ തന്നെയാണ്. പിന്നീട് വരുന്നതെല്ലാം സ്ട്രോങ് ഹൈബ്രിഡും അല്ലെങ്കിൽ ഈ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരുന്ന വാഹനങ്ങളാണ്. ഇപ്പം സ്വിഫ്റ്റിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി അല്ലെങ്കിൽ സ്ട്രോങ് ഹൈബ്രിഡ് ആയിട്ടുള്ള സ്വിഫ്റ്റിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഫ്രോങ്സ് ഉടനെ തന്നെ വരും. അത് മാത്രമല്ല നമ്മുടെ ഈ പറയുന്ന ബ്രസ എന്ന് പറയുന്ന വാഹനം. അപ്പോൾ അങ്ങനെ എല്ലാം നോക്കുമ്പോഴത്തേക്കും ഈ ഒരു അഫോർഡബിൾ റേഞ്ച് എന്ന് പറയുന്നതൊക്കെ മാറിക്കഴിഞ്ഞു. ഇനിയിപ്പം ഒരു 10 ലക്ഷം രൂപ കൊടുക്കാതെ ഒരു നല്ല കാർ കിട്ടില്ല എന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മുടെ വരുമാനം ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻകം വർദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങളൊരു കാറ് സെലക്ട് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് മാരുതിയുടെ ഒരു പോർട്ട്ഫോളിയോ പ്ലാനുകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കാറുകൾ തീർച്ചയായിട്ടും അവർ കൊണ്ടുവരും. അത് മാത്രമല്ല CNG കാറുകൾ പോകെ ഇല്ലാതായി മാറും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫ്ലെക്സ് ഫ്യൂൽ കാറുകൾ ചിലപ്പോൾ CNGനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ ഒരുപാട് വാഹനങ്ങൾ വരും എന്നുള്ളതാണ്. മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഈ വാഹന നിർമ്മാണ കമ്പനിയിൽ നിന്നുള്ള കാർബൺ എമിഷൻ്റെ തോത് കഫേ നോംസുമായിട്ട് മാച്ച് ചെയ്യത്തക്ക രീതിയിലാണ് ഇനി കാര്യങ്ങൾ പോകുന്നത്. അതിനുള്ള മുന്നോടിയായിട്ടാണ് ഈ 3 സിലിണ്ടർ സെക്ടൽ എന്ന് പറയുന്ന എഞ്ചിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് വരുന്ന മാരുതിയുടെ മിക്കവാറും എല്ലാ വാഹനങ്ങളിലും ഈ ഒരു എഞ്ചിൻ തന്നെയായിരിക്കും. നിലവിലുള്ള 4 സിലിണ്ടർ എഞ്ചിനുകളെയൊക്കെ ഇനി ചിലപ്പോൾ കണ്ടില്ലെന്ന് വരാം. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹമാണ് നമ്മുടെ സപ്പോർട്ട്. നന്ദി, നമസ്കാരം.